ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ഒരു 1.5 മാസം മുന്നേ ഞാൻ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ്. 169 റുപ്പീസിലാണ് റെക്കമെൻഡ് ചെയ്തത്. ഫ്രൈഡേ 230 റുപ്പീസിലാണ് അത് ക്ലോസ് ചെയ്തത്. ഓൾറെഡി 35% റിട്ടേൺ എഞ്ചിനീയേഴ്സ് ഇന്ത്യ സ്റ്റോക്കിൽ കിട്ടിക്കഴിഞ്ഞു. ആക്ച്വലി ഒരു സ്വിംഗ് ബേസ്ഡ് റെക്കമെൻഡ് സ്റ്റോക്ക് അല്ല എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. ഇറ്റ്സ് എ ലോങ് ടേം സ്റ്റോറിയാണ്. മസ്റ്റായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാവുന്ന സ്റ്റോക്കാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. ലാസ്റ്റ് വീഡിയോയിൽ അതിന് ഫുൾ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു എഞ്ചിനീയേഴ്സ് ഇന്ത്യയെ പറ്റിയിട്ട്. ഒന്നും കൂടെ അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി എന്താണോ എന്നുള്ളത് ഈ വീഡിയോയിൽ കൂടി പറയാം. എഞ്ചിനീയേഴ്സ് ഇന്ത്യൻ്റെ റിസൾട്ട് മാർച്ച് ക്വാർട്ടറിൽ വന്നു. സൂപ്പർ റിസൾട്ടാണ് കമ്പനി കൊടുത്തത്. മാർച്ചിൽ 242 കോടി ലാഭമാണ് മാർച്ച് 2025 കാണിച്ചത്. അതേസമയം മാർച്ച് 2024 കേവലം 89 കോടിയായിരുന്നു ലാഭം. ലാസ്റ്റ് ഡിസംബറിൽ 93 കോടിയായിരുന്നു ലാഭം. സോ ക്വാർട്ടറും ഇയർ ഓൺ ഇയർ ബേസ് നോക്കുകയാണെങ്കിലും ഒരു 300% മേലെ നെറ്റ് പ്രോഫിറ്റ് കൂടുകയാണ് ചെയ്തത്. റവന്യൂസിനും അതേമാതിരി ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ന്യൂസും അതുപോലെ തന്നെ 2 ആഴ്ച മുന്നേ കമ്പനി ഒരു പോസിറ്റീവായിട്ട് ന്യൂസ് ഡിക്ലെയർ ചെയ്തു. അവർ ന്യൂക്ലിയർ സെഗ്മെൻറ്റിലേക്ക് കടക്കാൻ പോവാണ്. സോ അവർ ന്യൂക്ലിയർ ആൻഡ് ഡിഫൻസ് സെക്ടറിലേക്ക് കടക്കാൻ പോകാൻ ന്യൂസ് പോകുന്നു. അതും കൂടെ ആയപ്പോൾ നല്ലൊരു പൊട്ടൻഷ്യലാണ് ഈ കമ്പനി നിലനിൽക്കുന്നത്. സോ ഇപ്പോൾ 230 സംടൈംസ് ഒരു 210 വരെ കറക്ഷൻ വന്ന് ഒരു കൺസോൾട്ടേഷനൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ അടുത്തൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. നെക്സ്റ്റ് റെസിസ്റ്റൻസ് 270 270 റെസിസ്റ്റൻസ് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് സെല്ലിങ് വന്ന് വീണ്ടും ഒരു 250 240 റേഞ്ചിൽ കൺസോൾട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് മൂവ്മെൻറ്റ് കൊടുക്കും. എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്റ്റോക്ക് കയറിപ്പോഴും. എൻ്റെ ഇയർ ഹൈ 303 ആണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഇയർ ഹൈ കട്ട് ചെയ്ത് 400 റുപ്പീസ് ടാർഗറ്റിൽ ഒരു 6 മന്ത്സിനുള്ളിൽ 400 റുപ്പീസ് ടാർഗറ്റിൽ എഞ്ചിനീയേഴ്സ് ഇന്ത്യ വാങ്ങാം. 25.5% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് റവന്യൂവിൽ കാണിച്ചിട്ടുണ്ട്. 142% ഇയർ ഓൺ ഗ്രോത്ത് നെറ്റ് പ്രോഫിറ്റിൽ കാണിച്ചിട്ടുണ്ട്. ഹയസ്റ്റ് ഓർഡർ ബുക്കാണ് 11,700 കോടി രൂപ ഓർഡർ ബുക്ക് ഉണ്ട്. ഇതിൽ മോസ്റ്റ് അട്രാക്റ്റീവ് തിങ് എന്ന് പറയുകയാണെങ്കിൽ 30-40 ദിവസത്തിനുള്ളിൽ അവരെല്ലാ പേയ്മെൻറ്റും കളക്ട് ചെയ്യുന്നുണ്ട്, റിസീവേഴ്സ് കളക്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സ്ട്രോങ് ക്യാഷ് ഫ്ലോസ് ആണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കാണിച്ചത്. ഈ EAL ഇപ്പം റീസെൻ്റ്ലി ഗ്ലോബൽ പ്രസൻസിന് വേണ്ടിയിട്ട് ഓൾറെഡി 30% ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. ആ ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ സൗദി അറേബ്യയിൽ ഒരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. ആ തുടങ്ങിയ പാടിന് 350 കോടീൻ്റെ ഓർഡറാണ് കിട്ടിയത്. സോ ഒരു 1 ഇയർ കൺസോൾട്ടേഷൻ ശേഷമാണ് സ്റ്റോക്ക് കയറിപ്പോണെന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. അൺനെസറി ആയിട്ട് 303 രൂപയിൽ നിന്ന് താഴോട്ട് അടിച്ചുകൊണ്ടുവന്ന് ഓപ്പറേറ്റീവ്സ് അടിച്ചുകൊണ്ടുവന്ന സ്റ്റോക്കാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ. അതിൻ്റെ അപ്പോൾ മൂന്ന് കാണിച്ചിട്ടുണ്ട്. സോ ഇതൊരു കണ്ടിന്യൂസ് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവർക്ക് ഇൻ്റർനാഷണൽ ഫോറിൻ ടേൺ ഓവർ 32% കൂടിയത്. നൈജീരിയയിൽ നിന്നും UAE നിന്നും കിട്ടുന്ന ഓർഡേഴ്സിന് ബേസിൽ 32% ഫോറിൻ ടേൺ ഓവർ കൂട്ടിയത്. ഇവരെ പ്രസൻസ് ഈ 2 രാജ്യത്തെക്കാട്ടും കൂടുതലായിട്ട് അറേബ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അവരെ ഫോറിൻ ടേൺ ഓവറും 50-40% കയറുമെന്നാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഈ കമ്പനി ഓവറോൾ ലാസ്റ്റ് ടൈം പറഞ്ഞതാണ്, ഒന്നും കൂടെ പറയുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട 3-4 പോയിൻ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്, ഈ കമ്പനി BP എന്ന ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി ഇത് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ഫ്യൂച്ചറിലുള്ള എല്ലാ വർക്കിനും ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ BP എന്ന ഗ്ലോബൽ ജയൻ്റാണ്. അവരെ ഗ്ലോബൽ അസറ്റ്സിൽ റിഫൈനിങ്, ടെർമിനൽസ്, പൈപ്പ് ലൈൻസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഓഫ് ഷോർ എല്ലാത്തിനും ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാനുള്ള ധാരണ ഒപ്പുവെച്ചിട്ടുണ്ട്. ചെറിയ ന്യൂസല്ല, വലിയൊരു ന്യൂസാണ്. അവർ റവന്യൂവിൽ ഒരു കുതിച്ചുചാട്ടം വരാൻ പോവാണ്. അതിൻ്റെ പുറമെ ഗവൺമെൻറ് റീസെൻ്റ്ലി പറഞ്ഞു നമ്മൾ ഇന്ത്യൻ്റെ ന്യൂക്ലിയർ എനർജി കപ്പാസിറ്റി 100 ഗിഗാവാട്ടായി കൂട്ടുന്നു 2047 ആകുമ്പോഴേക്ക്. അതിന് ഭാഗമായിട്ട് ഈ കമ്പനി ഓൾറെഡി ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ പ്ലെയേഴ്സായിട്ട് സംസാരിച്ച് ഒരു ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. സോ ദേ ആർ റെഡി ആയി നിൽക്കുകയാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ അതിന് കഴിഞ്ഞ ആഴ്ച വളരെ വ്യക്തമായിട്ട് കമ്പനി കൊടുത്തത്. മൂന്നാമത് അറാംകോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന എണ്ണ കമ്പനിയാണ്. ഈ കമ്പനിയിൽ നിന്ന് ഇവർക്ക് ബാക്ക് ടു ബാക്ക് ഓർഡേഴ്സ് കിട്ടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ടു ബാക്ക് ഓർഡേഴ്സ് കിട്ടിയ സമയത്ത് തന്നെ സൗദി അറേബ്യയിൽ പോയിട്ട് ഓഫീസ് തുടങ്ങിയിട്ട് സെറ്റപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ അറാംകോന്ന് കിട്ടുന്ന ഓർഡേഴ്സ്, BP ആയിട്ടുള്ള ടൈപ്പ്, ഭാവിയിൽ ന്യൂക്ലിയർ ഡിഫൻസ് സെക്ടറിൽ കടക്കാൻ പോകുന്നത്, ഓൾറെഡി കൊടുക്കുന്ന പ്രോഫിറ്റ്,
അവരെ ക്രെഡിറ്റ്സ് പീരീഡ് റിസീവബിൾസിൻ്റെ പീരീഡ്സ് കുറച്ചുകൊണ്ട് വരുന്നത് എല്ലാം സൂപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. HPCL അവർ LPG സ്റ്റോറേജ് ഫെസിലിറ്റിക്ക് വേണ്ടി ധാരണയായിട്ടുണ്ട്. ഗെയിൽ ഇന്ത്യയായിട്ട് ധാരണയായിട്ടുണ്ട്. അബുദുബായ് നാഷണൽ ഓയിൽ കമ്പനിയിൽ 190 കോടിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. എല്ലാ ആംഗിളും നോക്കിയാൽ വളരെ പെർഫെക്റ്റ് ഒരു കമ്പനിയാണ്. എഞ്ചിനീയേഴ്സിന് വളരെ റിസ്ക് ഇല്ലാതെ ഒരു ടെൻഷനും ഇല്ലാതെ ഹോൾഡ് ചെയ്യാൻ പറ്റാതെ നമ്മൾ പോർട്ട്ഫോളിയോ വെക്കാൻ പറ്റുന്ന സ്റ്റോക്കാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ. 260 270 ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സാണ് 260 270 ടാർഗറ്റ് വെച്ചിട്ട് വാങ്ങാം. ചിലപ്പോൾ ഒരു കറക്ഷൻ ഉണ്ടാവും. 210 അതിന് മേജർ സപ്പോർട്ടാണ്. ഇപ്പോൾ 210 ഒരു കൺസിഡറേഷൻ കഴിഞ്ഞായിരിക്കും സ്റ്റോക്ക് കയറി പോവാം. അതിൻ്റെ ഇയർ ഹൈ 303.96 ഇയർ ലോ 148 ആണ്. പി റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 21 എന്തോ പി റേഷ്യോ ഉള്ളൂ. ഇൻഡസ്ട്രി പി 44 ആണ്. അപ്പോൾ ഇൻഡസ്ട്രി പീൻ്റെ പകുതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. EPS ലാസ്റ്റ് ടൈം ഞാൻ പറയുമ്പോൾ 7.39, ഇപ്പോൾ 10.32 കൂടിയുണ്ട്. അത്രയും സൂപ്പർ പ്രോഫിറ്റാണ് കാണിച്ചത്. ബുക്ക് വാല്യൂ 42 ഉണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 19.74 ആണ്. കടമില്ലാത്ത കമ്പനിയാണ്. ഷെയർ ക്യാപിറ്റൽ 281 ക്രോസേ ഉള്ളൂ. റിസർവ് 1975 ക്രോസ് ഉണ്ട്. ഇപ്പോൾ ഷെയർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ FIS 6.89% ആണ് സ്റ്റേക്ക് ഉള്ളത്. DAS 10.06ഉം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റാണുള്ള പ്രൊമോട്ടേഴ്സ് 51.3, 51, 61, 67, 70%ഓളം ഇവർ മൂന്നടുത്തുള്ള സ്റ്റേക്ക് ഉള്ളത്. സോ വളരെ പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നല്ല റിട്ടേൺ തരാൻ സാധ്യതയുള്ള, ഭാവി നല്ല ഡിവിഡൻഡ് കൂടി തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. സോ പ്രസൻറ്റ് പ്രൈസ് 229, ഫസ്റ്റ് ടാർഗറ്റ് 270, സെക്കൻഡ് ടാർഗറ്റ് അതിൻ്റെ ഇയർ ഹൈ 303 ക്രോസ് ചെയ്തിട്ട് ഒരു 400 വരെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് പ്രതീക്ഷിച്ചിട്ട് വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. സോ ആസ് യൂഷ്വൽ ഞാൻ SEBI രജിസ്റ്റേഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അഡ്വൈസേഴ്സ് ആരെങ്കിലും അവിടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോസ് ഫ്രണ്ട്സ് അയച്ചു കൊടുക്കുക. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.